കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അപ്പോ അഭൗതികമായ കഴിവുണ്ട് എന്ന് പറയരുത്, അഭൗതികമാണെന്ന് പറയരുത്, ഭൗതികമാണെന്ന് പറയണം. എന്നിട്ട് എന്താ കിട്ടണ്ടേ? ഒരു മലയാള വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടണ്ടേ? നിങ്ങൾ പറയ്. അവർക്ക് കിട്ടേണ്ടത് വേറൊന്നുമല്ല. യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടേണ്ടത് ദാ കേട്ടോളൂ, അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ, നമ്മളാരും പറയണ്ട. ഇവർക്ക് എന്താ ഇനി കിട്ടേണ്ടത്? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്നെ സുഖാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. നിങ്ങൾക്ക് കിട്ടേണ്ടത് ഇപ്പറഞ്ഞതാ. ജിന്നുകളുടെ മലക്കുകളുടെ പ്രവർത്തന മേഖലയുണ്ട്, അത് ഭൗതികമാണ്, അത് കാര്യകാര്യബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ജിന്നുകളോട് മലക്കുകളോട് നമ്മൾ നടത്തുന്ന ചോദ്യങ്ങൾ, അവരുമായുള്ള ഇടപാട് ആരുമായി? ജിന്നും മലക്കുമായിട്ട് നമുക്കുള്ള ഇടപാടുകൾ, അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ, അത് ശിർക്കല്ല, അത് ഇബാദത്തല്ല. അവരെ കീഴ്പ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ മുന്നിൽ വന്ന് നിന്ന് നമ്മളുമായി സംസാരിക്കുന്ന ഒരു ഘട്ടമുണ്ട്, നമ്മുടെ സാന്നിധ്യത്തിലെത്തുന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങനെ ഘട്ടം ഉണ്ടാകുമെങ്കിൽ അവരോട് സംസാരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇതല്ലേ നിങ്ങൾക്ക് കിട്ടണ്ടേ? എന്നാൽ ഞങ്ങൾ പറയുന്നു ഈ പറഞ്ഞതാ ശിർക്ക്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ, അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബേ, ആരെങ്കിലും ചപ്പളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാ നിൽക്കണം എന്തിനാ?